ലോകമറിഞ്ഞത് ആത്മഹത്യ എന്ന കഥ. പക്ഷെ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു അനവധി സംശയങ്ങൾ. ആ മരണം സത്യമോ, അല്ലെങ്കിൽ കൃത്യമായി രചിച്ച ഒരു നാടകം? 80 വർഷം കഴിഞ്ഞിട്ടും ഇനിയും ദുരൂഹതകൾ മറഞ്ഞിട്ടില്ലാത്ത ആ മരണം ലോകത്തെ വിറപ്പിച്ച ജർമ്മനിയുടെ ഏകാധിപതി, നാസി പാർട്ടി നേതാവ് അഡോൾഫ് ഹിറ്റ്ലറിന്റേതാണത്. ലോക ചാപ്റ്റർ 1ന്റെ വിജയത്തിനു ശേഷം ചാപ്റ്റർ 2ന്റെ പ്രൊമോഷനായി പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. അവിടെ പറയുന്നത് ഹിറ്റ്ലറെ കൊന്നത് ചാർലി എന്ന ഒടിയനാണെന്ന്. ഒരു സിനിമാ പ്രൊമോഷൻ വീഡിയോ, പക്ഷേ അതിലൂടെ ഉയർന്നത് പഴയൊരു സംശയം: ഹിറ്റ്ലറുടെ മരണത്തിന്റെ യഥാർത്ഥ കഥയെന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ജർമ്മനി ശക്തമായിരുന്നെങ്കിലും 1945-ൽ യുദ്ധത്തിന്റെ അവസാനത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. സോവിയറ്റ് സേന ബെർലിൻ നഗരം കൈയടക്കിക്കൊണ്ടിരുന്നു. ഹിറ്റ്ലറിന്റെ സാമ്രാജ്യം തകർച്ചയുടെ വക്കിൽ. ബെർലിൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ഹിറ്റ്ലറും തന്റെ വിശ്വസ്തരും ഭൂഗർഭ ബങ്കറിലേക്ക് പിൻവാങ്ങി. ഇരുണ്ട ഒതുങ്ങിയ ആ മുറികളിൽ നിന്നായിരുന്നു അദ്ദേഹം തന്റെ അവസാന ഉത്തരവുകൾ നൽകിയത്. ബങ്കറിൽ വെച്ച് 1945 ഏപ്രിൽ 29-ന് ഹിറ്റ്ലർ തന്റെ കാമുകിയായ ഈവ ബ്രൗണുമായി വിവാഹിതനായി. അതേ ദിവസം തന്നെ തന്റെ പിൻഗാമിയായി കാൾ ഡോണിറ്റ്സിനെ നിയമിച്ചു. അടുത്ത ദിവസം ഏപ്രിൽ 30-ന് വൈകിട്ട് 3:30-ഓടെ ഹിറ്റ്ലർ തന്റെ റൂമിൽ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഈവ ബ്രൗൺ സൈനൈഡ് കഴിച്ചു മരിക്കുന്നു. ഹിറ്റ്ലറുടെ ആഗ്രഹപ്രകാരം ബങ്കറിന്റെ പുറത്തുള്ള ഗാർഡനിൽ അദ്ദേഹത്തിന്റെയും ഈവ ബ്രൗണിന്റെയും ശരീരങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുകയായിരുന്നു. മെയ് 1-ന് നാസി റേഡിയോയിൽ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി: ഫ്യൂറർ ഹിറ്റ്ലർ വീണു. മെയ് 2-ന് സോവിയറ്റ് സേന ബങ്കർ കീഴടക്കിയപ്പോൾ അവിടെ അവശേഷിച്ചത് കത്തിയ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം. അവശിഷ്ടങ്ങൾ അവർ മോസ്കോയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ലോകമറിഞ്ഞ ഔദ്യോഗിക കഥ. അദ്ദേഹത്തിന്റെ മരണത്തിനു പിന്നാലെ ഉയർന്നുവന്നു അനവധി സംശയങ്ങൾ, ചോദ്യങ്ങൾ, മിഥ്യങ്ങൾ. ലോകം ചോദിച്ചു: ഹിറ്റ്ലർ ശരിക്കും മരിച്ചോ? കോൺസ്പിറസി 1: ദക്ഷിണ അമേരിക്കയിലേക്ക് രക്ഷപ്പെടൽ. ഹിറ്റ്ലർ സബ്മറൈൻ വഴി അർജന്റീനയിലോ ചിലിയിലോ ഒളിച്ചിരിക്കുന്നു എന്ന സിദ്ധാന്തം. FBI, CIA രേഖകളിൽ പോലും ഹിറ്റ്ലർ സൈറ്റിംഗ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺസ്പിറസി 2: ബോഡി ഡബിൾ തിയറി. ഹിറ്റ്ലർ ഡബിൾ ഉപയോഗിച്ച് മരണം നാടകമാക്കിയതായും ചിലർ കരുതി. കോൺസ്പിറസി 3: സ്കൾ ഫ്രാഗ്മെന്റ് മിസ്റ്ററി. 2009-ലെ DNA പരിശോധനയിൽ റഷ്യൻ ആർക്കൈവിൽ സൂക്ഷിച്ചിരുന്ന തലയോട്ടിന്റെ ഭാഗം ഒരു യുവതിയുടേതാണെന്ന് തെളിഞ്ഞു. കോൺസ്പിറസി 4: സോവിയറ്റ് കവറപ്പ്. സോവിയറ്റ് സേന അവശിഷ്ടങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണവും നിലനിന്നു. ഇതുകൊണ്ടും കഥ അവസാനിച്ചില്ല. ഇനിയുമുണ്ട് ചില വിചിത്രമായ വാദങ്ങൾ. ചിലർ വിശ്വസിച്ചത് ഹിറ്റ്ലർ തന്റെ പ്രിയനായ നായയായ ബ്ലോണ്ടിയിലൂടെ റേബീസ് രോഗബാധിതനായി മരിച്ചുവെന്നാണ്. മറ്റൊരു വിചിത്രവാദം ഹിറ്റ്ലറുടെ ജനിതക വസ്തു സംരക്ഷിച്ച് ഭാവിയിൽ ക്ലോൺ ചെയ്ത് ഫ്യൂററെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന്. ഈ വിചിത്ര സിദ്ധാന്തം സിനിമകളിലും നോവലുകളിലും മാത്രമാണ് ജീവൻ ലഭിച്ചത്. ചിലർ വിശ്വസിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ഹിറ്റ്ലറും നാസി ശാസ്ത്രജ്ഞരും അന്റാർട്ടിക്കയിലേക്ക് രക്ഷപ്പെട്ടു എന്നതാണ്. അവിടെ അവരൊരു രഹസ്യ താവളം സ്ഥാപിച്ചു എന്നും. ഇതിലുമപ്പുറത്തേക്ക് പോകുന്ന മറ്റൊരു വിചിത്രവാദം നാസികൾ വികസിപ്പിച്ച ആന്റി ഗ്രാവിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹിറ്റ്ലർ ചന്ദ്രനിലേക്ക് രക്ഷപ്പെട്ടു എന്നതാണ്. അവിടെ രഹസ്യതാവളം സ്ഥാപിച്ച് ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്ന് ചിലർ വിശ്വസിച്ചു. മറ്റുള്ള അഭ്യൂഹം ഡോക്ടറായ മൊറൽ നൽകിയ മോർഫിൻ മയക്കുമരുന്നിന്റെ അതിരുകടന്ന ഉപയോഗം തന്നെയാണ് ഹിറ്റ്ലറുടെ മരണത്തിന് കാരണമായതെന്ന്. അവിടെ കൊണ്ടും തീർന്നില്ല. ഹിറ്റ്ലർ മനുഷ്യനല്ല, മറ്റൊരു ഏലിയനാണെന്ന വാദവുമുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾക്കും സംശയം തോന്നിയേക്കാം, അയാൾ ശരിക്കും മനുഷ്യനായിരുന്നു എന്ന്. അയാൾ കാരണം മരിച്ചവരുടെ എണ്ണം മനുഷ്യ മനസ്സിനതീതമാണ്. ഹോളോകോസ്റ്റ്, 60 ലക്ഷം യഹൂദന്മാർ, സംവിധാനബദ്ധമായി നശിപ്പിക്കപ്പെട്ട ഒരു കൂട്ടക്കൊല. അതിനപ്പുറം 30 ലക്ഷത്തിലേറെ സോവിയറ്റ് യുദ്ധ തടവുകാർ, 18 ലക്ഷത്തോളം പോളിഷ് പൗരന്മാർ, 5000 വരെ റോമാ ജനത, 3 ലക്ഷം സെർബ് പൗരന്മാർ, 2.5 ലക്ഷം വൈകല്യമുള്ളവർ യൂത്തനേഷ്യ പ്രോഗ്രാം എന്ന പേരിൽ ക്രൂരമായി കൊന്നൊടുക്കപ്പെട്ടു. ഇതിനു പുറമെ നാസി ഭരണം എതിർത്ത രാഷ്ട്രീയ പ്രവർത്തകരും
യഹോവയുടെ സാക്ഷികളും ലൈംഗിക ന്യൂനപക്ഷങ്ങളും കൊല്ലപ്പെട്ടു. ഇത്രയും കൊടുങ്കൊലകൾ മാത്രമല്ല, ഹിറ്റ്ലർക്ക് നേരെ 42 തവണ രേഖപ്പെടുത്തിയ വധശ്രമങ്ങൾ നടന്നിട്ടും ഓരോ തവണയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രേഖപ്പെടുത്താത്ത നിരവധി ശ്രമങ്ങളും ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെയാകാം ഇന്നും ചിലർ സംശയമുന്നയിക്കുന്നത് അയാൾ ഒരു സാധാരണ മനുഷ്യനാണോ എന്ന്. വർഷങ്ങളോളം നിലനിന്ന അഭ്യൂഹങ്ങൾക്കും വിചിത്രമായ മിഥ്യകൾക്കും അവസാനം മറുപടി നൽകിയിരിക്കുന്നത് ശാസ്ത്രം തന്നെയാണ്. ഹിറ്റ്ലറുടെ മരണം ശാസ്ത്രം പറയുന്ന സത്യം അതെന്താണെന്ന് നോക്കാം. ബങ്കറിനുള്ളിലെ അവസാന നിമിഷങ്ങൾ. ബങ്കറിനുള്ളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ സാക്ഷ്യങ്ങൾ പ്രകാരം ഹിറ്റ്ലർ സ്വയം വെടിവെച്ചു. ഈവ ബ്രൗൺ സയനൈഡ് വിഷം കഴിച്ചു മരിച്ചു. തുടർന്ന് അവരുടെ ശരീരങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 1945-ലെ ഫോറൻസിക് തെളിവുകൾ. സോവിയറ്റ് സൈന്യം അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തീയിൽ കത്തിയ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു തലയോട്ടി ഭാഗം, താടിയല്ല്, ചില പല്ലുകൾ മാത്രം. ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് സയനൈഡ് വിഷത്തിന്റെ അടയാളങ്ങളും വെടിയേറ്റ പരിക്കുകളുടെ തെളിവുകളും ഡെന്റൽ തെളിവുകളുമാണ്. ഹിറ്റ്ലറുടെ ഡെന്റിസ്റ്റ് ഡോക്ടർ ഹ്യൂഗോ ബ്ലാസ്കെ, അസിസ്റ്റന്റ് കെയ്ത് ഹ്യൂസൻമാൻ, ടെക്നീഷ്യൻ ഫ്രിറ്റ്സ് എക്മാൻ എന്നിവരാണ് പല്ലുകളുടെ അവശേഷങ്ങൾ അത് ഹിറ്റ്ലറിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. 1944-ലെ എക്സ്റേകളും ഡെന്റൽ റെക്കോർഡുകളും അവശേഷങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെട്ടു. 1972-ലെ യൂറോപ്യൻ പരിശോധന. യൂറോപ്യൻ ഡെന്റൽ വിദഗ്ധർ പല്ലുകളുടെ ഘടന വീണ്ടും പരിശോധിച്ചു. ഫലം പൊരുത്തം കൃത്യമായിരുന്നു. ഹിറ്റ്ലറിനെ തിരിച്ചറിയൽ വീണ്ടും സ്ഥിരീകരിച്ചു. 2018-ലെ ആധുനിക ശാസ്ത്രീയ തെളിവ്. ഫ്രഞ്ച് ഫോറൻസിക് വിദഗ്ധർക്ക് റഷ്യൻ ആർക്കൈവിൽ സൂക്ഷിച്ചിരുന്ന പല്ലുകളും താടിയെല്ലും പരിശോധിക്കാൻ അനുമതി ലഭിച്ചു. ഫലം വ്യക്തമായിരുന്നു. അവ ഹിറ്റ്ലറിൻ്റേതാണ്. സയനൈഡ് വിഷത്തിന്റെ തെളിവും അവയിൽ കണ്ടെത്തി. അവസാന നിഗമനം. ബങ്കറിലെ സാക്ഷ്യങ്ങളും ഫോറൻസിക് പരിശോധനകളും ഡെന്റൽ റെക്കോർഡുകളും ചേർന്ന് തെളിയിക്കുന്നത് ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30-ന് ബെർലിനിലെ ബങ്കറിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ശാസ്ത്രം പറഞ്ഞ സത്യം വ്യക്തമാണ്. ഹിറ്റ്ലർ രക്ഷപ്പെട്ടതല്ല. ആ അധ്യായം അവിടെ തന്നെ അവസാനിച്ചു. ശാസ്ത്രമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ മിഥ്യകളാണോ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ലോക ചാപ്റ്റർ 2. ഹിറ്റ്ലറുടെ മരണത്തെക്കുറിച്ച് എന്ത് പുതിയ കഥയാണ് പറയാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് കരുതുന്നത്? കമന്റ് ചെയ്യൂ.